എൻ്റെ ബാക്ക്ഗ്രൗണ്ടിലിരിക്കുന്ന ഈ ഒരു പെയിൻറ്റിംഗ് ഇല്ലേ, ഈ ഒരു കണ്ണിൻ്റെ പെയിൻറ്റിങ്, ഇത് അക്രിലിക് പെയിൻറ്റിംഗ് ആണ്. അതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് ഞാൻ വളരെ ക്വിക്കായിട്ട് നിങ്ങൾക്ക് വേണ്ടി എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പോൾ ഞാൻ പെയിൻറ്റിങ് ചെയ്യുമ്പോൾ ഒരുപാട് കളേഴ്സ് ഒരു ബൾക്ക് എമൗണ്ട് ഓൾറെഡി വാങ്ങിച്ചു വെക്കും. ഈ ഒരു പെയിൻറ്റിങ് തന്നെയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ബേൺ സിയന്ന, യെല്ലോ ഓക്കർ, വൈറ്റ്, പോർട്രേറ്റ്, പിങ്ക്, ബ്ലാക്ക് എന്നീ കളേഴ്സ് ഒരുപാട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലെയേഴ്സ് ചെയ്യുന്നത് അനുസരിച്ചിട്ട് അക്രിലിക് പെയിൻറ്റും ഇങ്ങനെ ചിലവായിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാൻ എൻ്റെ ക്ലാസ് എടുത്ത എക്സ്പീരിയൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വാട്ടർ കളറിനേക്കാളും ചെയ്യുമ്പോൾ നമുക്ക് കോൺഫിഡൻസ് കിട്ടുന്നത് അക്രിലിക്കാണ്. ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന മീഡിയമാണ് അക്രിലിക്ക്. വാട്ടർ കളർ ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് പറ്റിയാൽ തിരുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചിലപ്പോൾ വാട്ടർ കളർ സ്റ്റാർട്ട് ചെയ്തിട്ട് കോൺഫിഡൻസ് കിട്ടാതെ നിർത്തി പോയവരൊക്കെ ഉണ്ട്. പക്ഷേ അക്രിലിക്കിന് അങ്ങനെ ഒരു പ്രശ്നമില്ല. നമ്മൾ എന്ത് മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാലും തിരുത്താൻ പറ്റും. ഏത് ടൈപ്പ് പെയിൻറ്റിങ് സ്റ്റൈല് വേണമെങ്കിലും യൂസ് ചെയ്യാൻ വളരെ ഫ്ലെക്സിബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മീഡിയമാണ്. ഞാൻ ചെയ്ത ഏറ്റവും നല്ല വർക്ക്സും അക്രിലിക് പെയിൻറ്റിങ്സിലാണ്. പക്ഷേ ഞാനൊരു കാര്യം എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു, ഒരു മീഡിയത്തിൽ തന്നെ ഒതുങ്ങിപ്പോവാതെ ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കും. അക്രിലിക് പെയിൻ്റാണ് ഇഷ്ടമെങ്കിലും വാട്ടർ കളറും ഓയിൽ പെയിൻറ്റും അതുപോലെ തന്നെ പെൻസിൽ ഡ്രോയിങ് എപ്പോഴും മാറി മാറി ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ പെയിൻറ്റിങ്ങിൽ റിട്ടാർഡർ മീഡിയം യൂസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ അഭിപ്രായം, വരച്ച് പഠിക്കുന്നവർ എല്ലാ ടൂൾസും എല്ലാം ട്രൈ ചെയ്ത് നോക്കണം, എല്ലാ സ്റ്റൈൽസും ട്രൈ ചെയ്ത് നോക്കണം.